IAS ഉദ്യോഗസ്ഥയായ കെ വാസുകിയെ കേരള സർക്കാർ സംസ്ഥാന വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചുവെന്ന മാധ്യമ വാർത്തയെ ചൊല്ലി വിവാദങ്ങൾ ശക്തമായിരുന്നു. കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി BJP ആദ്യം തന്നെ രംഗത്തെത്തി. വിദേശകാര്യങ്ങൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഴിയാണ് നടക്കുന്നതെന്ന് മുൻ വിദേശകാര്യമന്ത്രി കൂടിയായ കോൺഗ്രസ് MP ശശി തരൂരും പിന്നാലെ പ്രതികരിച്ചു. അതേസമയം ഈ മാധ്യമ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾക്കെതിരെ വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി V. വേണു. സംസ്ഥാന സർക്കാർ വിദേശകാര്യ സെക്രട്ടറിയെ നിയോഗിച്ച് ഉത്തരവിറക്കിയോ? വസ്തുതയ്ക്ക് നിരക്കാത്ത വാർത്തയാണിതെന്നാണ് ചീഫ് സെക്രട്ടറി V. വേണു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇതൊരു പുതിയ പോസ്റ്റ് അല്ല എന്നും നേരത്തെയും ഈ ചുമതലയുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സർക്കാരിന് വിദേശ സ്ഥാപനങ്ങളുമായി പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനാണിത്. ഇതിന് ഒരു വിദേശ സർക്കാരുമായും ബന്ധമില്ല. പ്രവാസി മലയാളികളുടെ വിഷയങ്ങൾ ഏകോപിപ്പിക്കുന്ന സംസ്ഥാനത്തെ നോർക്കേഡ് സെക്രട്ടറിയാണ് ഡോക്ടർ വാസുകി IAS. അതിനാലാണ് ഇപ്പോൾ അധിക ചുമതല നൽകിയതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. V. വേണുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. സംസ്ഥാന സർക്കാർ ഒരു ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചു എന്നായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട്. ഉടൻ തന്നെ ഈ വാർത്ത വൈറലായി മാറുകയും ഇതിന്മേൽ ധാരാളം പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വരികയും ചെയ്തു. സമീപകാലത്തായി കണ്ടുവരുന്ന ഒരു പ്രവണതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ വാർത്ത. ഒരു സർക്കാർ വിരുദ്ധ വാർത്ത ഉണ്ടാക്കാനും പ്രചരിപ്പിക്കുവാനും ഉള്ള അവസരം നഷ്ടപ്പെടരുതെന്ന ചിലരുടെ വാശിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള വാർത്തകൾ പിറക്കുന്നത്. താൻ എഴുതുന്നത് വാസ്തവമല്ല എന്ന് പൂർണ്ണ അറിവോടുകൂടി ഒരു പത്രപ്രവർത്തകൻ കരുതിക്കൂട്ടി ഒരു കള്ളവാർത്ത ചമച്ചു ഉണ്ടാക്കുന്നതിന്റെ ഉദാഹരണമാണിത്. ഒരു വാർത്ത വന്നാൽ അതിന്റെ സ്രോതസ് എന്തെന്ന് അന്വേഷിക്കാതെ, വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാതെ സർക്കാർ വിരുദ്ധ അഭിപ്രായമായി ഓടിയിറങ്ങാൻ താല്പര്യമുള്ളവർ ഈ കള്ളവാർത്തയോട് പ്രതികരിക്കുന്നതും കണ്ടു. കേരളം മറ്റൊരു രാജ്യമായി മാറുകയാണോ എന്ന് വരെ ചിലർ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ വാർത്തകളിലെ ആധികാരികത പരിശോധിക്കാതെ വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരെയും വാർത്തയും വിമർശിച്ചുകൊണ്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. പലപ്പോഴും ഇക്കാര്യത്തിൽ വാസ്തവം ഉണ്ടാകാറുള്ളത് എന്നതാണ് മറ്റൊരു കാര്യം. ഒരു സർക്കാർ വിരുദ്ധ വാർത്തയെ മുന്നും പിന്നും പരിശോധിക്കാതെ അത് പടച്ചുവിടുന്ന മാധ്യമ സൃഷ്ടി പലപ്പോഴും കാണാറുള്ളതാണ്. ഇത്തരം സാഹചര്യങ്ങളാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ചീഫ് സെക്രട്ടറിമാർ പൊതുവെ ഇത്തരം വാർത്തകളിൽ പ്രതികരിക്കുന്നത് വിരളമാണ്. എന്നാൽ മറിച്ചൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇനി വസ്തുതകൾ എന്തെന്ന് നോക്കാമെന്ന് തുടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിലെ അടുത്ത ഭാഗം. സംസ്ഥാന സർക്കാർ വിദേശകാര്യ സെക്രട്ടറിയെ നിയോഗിച്ച് ഉത്തരവിറക്കിയോ? ഇല്ല. വിദേശകാര്യം കേന്ദ്ര സർക്കാരിന്റെ വിഷയമാണെന്ന അടിസ്ഥാന വസ്തുത അറിയാത്തവരല്ല സർക്കാരിൽ ഇരിക്കുന്നവർ. പിന്നെ എന്താണ് ഈ ഉത്തരവിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത്? പല വിദേശ ഏജൻസികൾ, മൾട്ടിലാറ്ററൽ ഏജൻസീസ്, വിദേശ രാജ്യങ്ങളിലെ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, പ്രതിനിധി സംഘങ്ങൾ കേരള സംസ്ഥാന സർക്കാരിനോടും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന സർക്കാരുകളോടും നിരന്തരം ബന്ധപ്പെടാറുണ്ട്. ഈ ഇടപാടുകളിലൂടെ വാണിജ്യ, വ്യാവസായിക, സാംസ്കാരിക രംഗങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിദേശത്ത് പോകുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായി പല പ്രതിനിധികളും കേരളം സന്ദർശിക്കാറുണ്ട്. പുതിയ ബന്ധങ്ങൾ തേടാറുമുണ്ട്. മുൻ വർഷങ്ങളിൽ ഇവ പ്രത്യേക വകുപ്പുകളിലെ ചുമതലയായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇതുപോലുള്ള ചർച്ചകളുടെ എണ്ണം കൂടി വന്നപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട കോർഡിനേഷൻ ആവശ്യമെന്ന് കണ്ടു. അതിനായി കുറച്ചുകാലം മുൻപ് ഉണ്ടാക്കിയ സംവിധാനമാണ് എക്സ്റ്റേണൽ കോർപ്പറേഷൻ എന്ന ഡിവിഷൻ. സമീപകാലം വരെ സംസ്ഥാന സർവീസിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ സുമൻ ബില്ലയ്ക്കായിരുന്നു ഇതിന്റെ ചുമതല. അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോയപ്പോൾ ശ്രീമതി വാസുകിക്ക് നൽകി. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാനും കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിൽപ്പെടുന്ന വിഷയങ്ങളിൽ കൈകടത്താനുമല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ വികസനത്തിനായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ സർക്കാർ ചെയ്തത്. ഇതാണ് ഒരു പത്രപ്രവർത്തകന്റെ മിഷീവസ്. മിസ്ലീഡിംഗ് ആയ ഒരു വാർത്തയിൽ നിന്നും സംസ്ഥാനം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയത്. പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ പഠിച്ചുണ്ടാക്കുന്ന കള്ളവാർത്തകൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു.